ഒടുവിൽ CPIM ആ നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFിന്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ ധർമ്മടത്ത് നിന്ന് ഒരിക്കൽ കൂടി പിണറായി നിയമസഭയിലേക്ക് ജനവിധി തേടുമ്പോൾ ഒന്നും വ്യക്തം. നിലവിലെ CPIM നേതൃനിരയിൽ അവർക്ക് മുന്നോട്ട് വെക്കാൻ നേതൃശേഷിയിലും വ്യക്തിപ്രഭാവത്തിലും പിണറായിക്ക് മീതെ മറ്റൊരു പേരില്ല. ഭരണപരിചയം, സംഘടനാ നിയന്ത്രണം, പ്രതിസന്ധി കാലങ്ങളിലെ ഭരണ നടപടികൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ, അങ്ങനെ പല ഘടകങ്ങൾ പരിഗണിച്ച് വരുംവരായികൾ കൂട്ടിക്കിഴിച്ചാണ് CPIMന്റെ ഈ തീരുമാനം. പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നത് 2 ടേമാണ് ഇപ്പോൾ CPIMന്റെ സ്ഥാനാർത്ഥികൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ആ വ്യവസ്ഥയിൽ നിന്ന് പിണറായി വിജയന് മാറ്റമുണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പിണറായി വിജയന് നിശ്ചയമായിട്ടും 3ാം ടേം ഉണ്ടാകും. മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ മറ്റുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഒന്നുകൂടെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ പിണറായി വിജയൻ 3ാം തവണയും ഈ 2 ടേം എന്ന വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പിണറായി വിജയൻ മത്സരിക്കും എന്ന കാര്യം തീരുമാനമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RDX റാപ്പിലേക്ക് വ്യക്തിപരമായ മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടി വിജയിക്കുന്ന ചില നിയമസഭാ സീറ്റുകളിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. പുതുമുഖങ്ങളെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ പര്യാപ്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള പ്രയാസം ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തോട് പങ്കുവച്ചു കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തുടരാനുള്ള ജനവിധി ഉണ്ടാകണമെങ്കിൽ വലിയ തോതിലുള്ള തിരുത്തലുകൾ പാർട്ടി സംവിധാനത്തിലും വേണമെന്ന തിരിച്ചറിവ് CPIMനുണ്ടായിട്ടുണ്ട്. ഇതടക്കം പരിഗണിച്ചാണ് 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ പാർട്ടി ഗൗരവമായി ആലോചിക്കുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മാത്രം 2 ടേം വ്യവസ്ഥ നിലനിർത്തിയേക്കും. ഈ തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് ഔദ്യോഗികമായി CPIM എത്തും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026ലും പിണറായി വിജയൻ തന്നെയായിരിക്കും LDFിന്റെ ക്യാപ്റ്റൻ. മറ്റൊരു നേതാവിന്റെയും പേര് CPIM നേതൃത്വത്തിന്റെ ചിന്തയിൽ പോലുമില്ല. RDX റാപ്പ്, ന്യൂസ് മലയാളം. കുറേ കാര്യങ്ങൾ ആളുകൾക്ക് അറിയാവുന്നതാണ്. ക്യാപ്റ്റൻ പിണറായി തന്നെയാണ് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് CPIMകാർക്ക് സംശയമൊന്നുമില്ല. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ നേതൃമാറ്റം എന്ന അഭ്യൂഹത്തിന് അടിസ്ഥാനമില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ധർമ്മടത്ത് നിന്ന് തന്നെ പിണറായി വിജയൻ വീണ്ടും ജനവിധി തേടും എന്ന് ഉറപ്പാണ്. LDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പേരില്ല എന്ന കാര്യത്തിലും സംശയം വേണ്ട. ജനവിധി മറിച്ചാണെങ്കിൽ പിണറായി വിജയൻ പക്ഷേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കുകയില്ല എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. നിയമസഭയിൽ CPIMനെയും LDFനെയും നയിക്കാൻ പുതിയ നേതൃത്വം അങ്ങനെയൊരു സാഹചര്യത്തിൽ വരും. പ്രതിപക്ഷ നേതാവ് മറ്റൊരാളായിരിക്കും. തീരുമാനത്തിൽ മാറ്റമുണ്ടായാൽ അത് പിണറായിയുടെ താല്പര്യപ്രകാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 2021 തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 നേടിയത് LDF ആയിരുന്നു. ഇതിൽ മിക്ക മണ്ഡലത്തിലും നിലവിലെ MLAമാരുടെ സ്വാധീനം മറ്റാർക്കുമില്ല. അവർക്ക് തന്നെയാണ് അവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. പാറശാല, നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം, കഴക്കൂട്ടം എന്നിവിടങ്ങളിലെല്ലാം, വട്ടിയൂർക്കാവ്, വാമനപുരം, വർക്കല മണ്ഡലങ്ങളിലെല്ലാം MLAമാർ തുടരാനാണ് സാധ്യത, 2ഓ 3ഓ ടേം ആയാൽ പോലും. മറ്റ് ജില്ലകളിലും ഒട്ടേറെ മണ്ഡലങ്ങളിൽ സമാനമായ സാഹചര്യമുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഉള്ളത്. MV ഗോവിന്ദൻ, KK ശൈലജ അടക്കം നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം പിന്നീട് വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രകടമല്ല എന്നൊരു വിലയിരുത്തലാണ് CPIMന് ആകെ തന്നെ ഉള്ളത്. ശബരിമല കാര്യമായി ബാധിച്ചില്ല. മുന്നണിയുടെ അമിത ആത്മവിശ്വാസമാണ് തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണമായത് എന്നത് ആണ് വിലയിരുത്തൽ. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ 60 LDFന് നല്ല ലീഡുണ്ട് എന്നാണ് അവർ കാണുന്നത്. UDF BJP വോട്ട് കച്ചവടവും സാമുദായിക ഘടകങ്ങളും തിരിച്ചടിയായെന്നും വിശകലനം പറയുന്നു. താഴെത്തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനവും കൂടുതൽ ജാഗ്രതയും അനിവാര്യമാണ് എന്നാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. ഇപ്പോഴത്തെ ദൗർബല്യം 2 മാസത്തിനകം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് എന്നതാണ് CPIMന്റെ നേതൃയോഗങ്ങളുടെ ഒരു വിലയിരുത്തലായിട്ടുള്ളത്. ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരെ ഉയർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അക്കാര്യം താൻ വ്യക്തിപരമായി ആലോചിക്കേണ്ടതല്ല എന്നായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതിനുള്ള മറുപടി പാർട്ടി തീരുമാനിക്കുകയും വ്യക്തത വരുത്തുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളൂ. അതാണ് വസ്തുത. അതായത് ഇപ്പം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പം പിണറായി വിജയനിലെ ഏത് നേതാവ് ചോദിച്ചാൽ ഇങ്ങനെ പറയൂ, ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണല്ലോ എന്ന്. പക്ഷേ നമുക്ക് ഉറപ്പാണ് പിണറായി വിജയൻ ഈ 2 ടേം വ്യവസ്ഥയിൽ നിന്ന് ഇളവ് കിട്ടിയിട്ട് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുകയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ പിണറായി വിജയൻ ആയിരിക്കും ജയിച്ചാൽ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും, പ്രതിപക്ഷത്തെ ആളുകൾക്ക് പോലും സംശയമില്ലാത്ത സാഹചര്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് കൂടെ സെക്കൻഡ് ടേം കിട്ടുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും സനീഷ്, ഇപ്പോൾ
പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് വിജയം എന്നത് തന്നെയാണ്. അതിനപ്പുറത്ത് മറ്റൊരു മാനദണ്ഡവും അവർ പരിഗണിക്കുന്നില്ല. വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുക എന്നത് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ലക്ഷ്യം. അപ്പോൾ ഇപ്പുറത്ത് എന്താണ് ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ LDFന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് നോക്കിയാൽ LDFും ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. എന്താ, LDF 3ാം ടേമിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് ഈ 2ാം ടേം എന്നത് തന്നെ കേരളത്തിൽ അസ്വാഭാവികമായ സംഗതിയാണ്. ഇതിപ്പോൾ 3ാം ടേമിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ LDF ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ആര് നയിക്കണം, ഈ തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കണം എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നയിക്കുക പിണറായി വിജയൻ തന്നെ ആയിരിക്കും. അത് അസന്നിഗ്ധമായി പാർട്ടി സെക്രട്ടറി തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പല ആവർത്തി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നയിക്കുന്നത് പിണറായി വിജയനാകും, അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണം ഈ 2 ടേം എന്നതിൽ മാറ്റം വരുത്തിയുള്ള ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ എന്നത് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ 4 മാസം മുമ്പേ ഇത് മഹേഷ് ചന്ദ്രൻ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. ഈ 2 ടേം വ്യവസ്ഥയിൽ ഇത്തവണ മാറ്റം വരുത്താനാണ് സാധ്യത, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന്. അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഈ പല മണ്ഡലങ്ങളിലും, അതായത് ഈ LDF CPIM ഒക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ ഭരണ തുടർച്ചയുണ്ടായതോടെ പുതിയ നേതാക്കളുടെ വളർച്ച എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പുതിയ നേതാക്കളുടെ കടന്നുവരവിനെക്കുറിച്ചുള്ള ചിന്തയ്ക്കപ്പുറം നിൽക്കുന്ന നേതാക്കൾ അവരുടെ ഇമേജ് സംരക്ഷിച്ചുകൊണ്ട് അവരെ പ്രാദേശികമായി പരമാവധി ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ട് തുടരുന്ന ഒരു സ്ഥിതി പല മണ്ഡലങ്ങളിലും ഉണ്ടായി. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് 14-ൽ 13 LDF ജയിച്ചതിന് ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്, അവിടെ ഉള്ള MLA-മാർ അവർ പരമാവധി അവിടെ നിന്ന് പ്രവർത്തിക്കുകയും പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടുകയും സമാന്തരമായി ഒരു അവരുടേതായ ഒരു ഇടപെടൽ ശേഷി പരമാവധി വർദ്ധിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നെയ്യാറ്റിൻകര എടുത്താലും, പാറശാല എടുത്താലും, കാട്ടാക്കട എടുത്താലും, കഴക്കൂട്ടം എടുത്താലും, വർക്കല എടുത്താലും ഒക്കെ ഈ മട്ടിൽ മത്സരിക്കാൻ അവർ തന്നെയാണ് തൽക്കാലം ഉള്ളത് എന്നുള്ള ഒരു സ്ഥിതി ആ പ്രദേശത്തെല്ലാം നിലവിലുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥയ്ക്ക് 2 ടേം എന്ന വ്യവസ്ഥയ്ക്ക് സ്വാഭാവികമായും ഒരു മാറ്റം വരും. ഇനി ആര് നയിക്കും എന്നുള്ളത് സംബന്ധിച്ച് തീർച്ചയായും ഒരു പുനരാലോചനയോ ഈ 2 ടേം വ്യവസ്ഥ എന്നതിൽ ഒരു മാറ്റമോ ഒരുപക്ഷെ വലിയ തകർച്ച ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നെങ്കിൽ ആ നിലയ്ക്കൊരു ആലോചനയിലേക്ക് അവർ പോയേനെ. പക്ഷെ സംഭവിക്കുന്നത് എന്താ, ആദ്യത്തെ ഒരു വിലയിരുത്തലിനൊക്കെ ശേഷം ധാരാളം വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം പഞ്ചായത്തുകൾ നഷ്ടമായിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടമായിട്ടുണ്ട്. എങ്കിൽ പോലും 7 എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്തിൽ പിടിച്ചു നിന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടമായിട്ടുണ്ട്, കോർപ്പറേഷനുകൾ നഷ്ടമായി. ഇതെല്ലാം ആയിരിക്കെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലെ ഡിവിഷനുകളിലുള്ള വോട്ട് നില വെച്ച് അവർ പരിശോധിക്കുമ്പോൾ CPIM വിലയിരുത്തുന്നത് ഏതാണ്ട് 64 സീറ്റുകളിൽ അവർക്കിപ്പോഴും മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 64 സീറ്റുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടെങ്കിൽ ഭൂരിപക്ഷം വേണ്ടത് 71 സീറ്റാണ്. ആ സീറ്റിലേക്ക് അവർക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് അവർ വിലയിരുത്തുകയാണ്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന നിലയ്ക്ക് ആ മട്ടിൽ പ്രകടമായിട്ടില്ല എന്ന് CPM വിലയിരുത്തുന്നു. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെയാണെങ്കിൽ നയിക്കേണ്ടത് പിണറായി വിജയൻ തന്നെയാണെന്നുള്ള തീരുമാനത്തിലേക്ക് തൽക്കാലം പോവുകയേ CPM-ന് സാധ്യതയുള്ളൂ. കാരണം മറിച്ചൊരാലോചന CPIM-ൽ, അതായത് CPM-ൻ്റെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു പ്രത്യേകത അറിയാമല്ലോ, പാർട്ടി മുന്നിൽ നിന്ന് തിരുത്തി മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാരാണോ എന്ന കാര്യത്തിൽ പാർട്ടി അനുഭാവികൾക്ക് പോലും സംശയമുള്ളൊരു കാലമാണ്. കാരണം സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം പാർട്ടി സഞ്ചരിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ പാർട്ടി നയിക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം സർക്കാർ പോകുന്നു എന്നുള്ള ഒരു ചിന്തയല്ല തൽക്കാലം ഉള്ളത്. ആ മട്ടിൽ തന്നെയാണ് ഭരണത്തിന് കുറച്ച് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണിത് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനിയിപ്പോൾ അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി വരേണ്ടതേ ഉള്ളൂ. മറിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് പിണറായി വിജയൻ തീരുമാനിക്കണം. നിശ്ചയമായിട്ടും. അപ്പോൾ പിണറായി വിജയൻ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് 99% ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻ മത്സരിക്കും എന്ന് തന്നെ കാണണം. പക്ഷേ അതിനകത്ത് എന്തുകൊണ്ട് ഈ 2ാം ടേം എന്ന വ്യവസ്ഥ, 2 ടേം മാത്രം ഒരാൾ മത്സരിക്കണം എന്ന വ്യവസ്ഥ CPM മാറി ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് സംസ്ഥാന രാഷ്ട്രീയം എത്രമാത്രം മുറുകിയിരിക്കുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നതിൻ്റെ കാര്യത്തിലേക്ക് നമുക്കൊരു വെളിച്ചം കിട്ടുന്നത്. കാരണം ഈ 2 ടേം മാത്രമേ പാടുള്ളൂ എന്ന് CPIM തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതായത് ഈ പാർട്ടിയാണ് മേലെ നിൽക്കേണ്ടത്, പാർട്ടി ആയിരിക്കണം പ്രധാനപ്പെട്ട ശക്തി ആയിരിക്കേണ്ടത്, വ്യക്തികളല്ല എന്ന അവരുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട തിയറിയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് MLA ആകുന്നു, വീണ്ടും MLA ആകുന്നു, വീണ്ടും MLA ആകുന്നു. അപ്പോൾ അവിടെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ വരാതിരിക്കുന്നു, മറ്റുള്ളവർക്ക് അവസരം കിട്ടാതിരിക്കുന്നു, ഒരേ ആളുകൾ കൂടുതൽ പവർഫുൾ ആകുന്നു, അധികാരം അതിൻ്റേതായിട്ടുള്ള ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ പോകേണ്ടതില്ല, ആളുകൾ മാറി മാറി വരട്ടെ എന്നൊരു ചിന്ത കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ടേം വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഉമ്മൻചാണ്ടി
ഉമ്മൻചാണ്ടി 12 തവണ MLA ആളാണ്, 12 തവണ മത്സരിച്ചു, ജയിച്ചു. 1970-കളിലൊക്കെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിക്കുന്നത് 2000 ഇവിടെയാണ്, 2000 അവസാന കൊല്ലമാണ്, 2021-ലാണ് അദ്ദേഹം മത്സരിക്കുന്നത്, അവസാന മത്സരം നടത്തുന്നത്. 12 തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന്. അവിടെ പുതുപ്പള്ളിയിൽ മത്സരം തെരഞ്ഞെടുപ്പ് എന്ന് വന്നാൽ പിന്നെ മറ്റൊരു പേരവിടെ ഇല്ല. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി അങ്ങനെയാണ്. ഇപ്പോൾ മാണി സാറിനാണെങ്കിൽ പാല, അങ്ങനെ വലതുപക്ഷത്ത് നമ്മളല്ല UDFൻ്റെ ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെയുണ്ട്. പക്ഷേ ഇടതുപക്ഷത്ത് ഒരിക്കൽ പോലും അങ്ങനെ നിരന്തരമായിട്ട് മത്സരിക്കുന്ന ആളുകളില്ല. ഇതിപ്പോൾ 3-ാം ടേമിലേക്ക് കടന്നാലും 10-12 തവണ മത്സരിച്ച് ജയിക്കുന്ന അതും തുടർച്ചയായിട്ട് ജയിക്കുന്ന ഒരാൾ ദീർഘകാലത്തേക്ക് CPM-ൻ്റെയോ CPIയുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് തീരുമാനം അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത് മാറ്റേണ്ടി വരുന്നത് ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. ഒന്ന്, ഈ 2ാം തവണയും മത്സരിച്ച് ഭരണവിരുദ്ധ വികാരം ചെറിയ മട്ടിലാണെങ്കിലും ഉണ്ടോ എന്നൊരു ഭയം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന വിധി, പിന്നെ ഈ BJPയുടെ സാന്നിധ്യം അവരുടെ വോട്ടുകൾ എങ്ങനെ ഒരു ത്രികക്ഷി സംവിധാനം അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും അവരൊരു വോട്ട് സമാഹരിക്കുന്നൊരു മെഷീനായിട്ട് BJP മാറിയതോടെ എങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും പ്രശ്നങ്ങൾ വരും എന്നതിനെക്കുറിച്ച് വലിയ ആശയവ്യക്തതയില്ലായ്മ എന്നതൊക്കെ ചേർന്നിട്ടാണ് ഈ 3-ാം ടേമിലേക്ക് കൂടെ പോയേക്കാം പ്രധാനപ്പെട്ട ചില വ്യക്തികൾ, ഇപ്പോൾ ജനം ഇഷ്ടപ്പെടുന്ന ചില MLA-മാർ, ചെറുപ്പക്കാരും അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ള MLA-മാർ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ചില സ്ഥലങ്ങളിൽ അവർ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തോന്നലിലേക്ക് ആളുകൾ വരുന്നത്. ഇതിപ്പം സന്തോഷത്തോടെ എടുക്കുന്നൊരു തീരുമാനമായിരിക്കില്ല. ഒരു സുഘടിത സംവിധാനം എന്ന നിലക്ക് പാർട്ടി സന്തോഷത്തോടെ എടുക്കുന്നൊരു തീരുമാനമായിരിക്കുകയില്ല. പക്ഷേ മറ്റു മാർഗ്ഗമില്ല, ഇതാണ് ഏറ്റവും എളുപ്പം, വിജയമാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതിയിട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ആളുകൾക്കാണ് ആ ഇളവ് കിട്ടുക, എല്ലാവരും മത്സരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് 3-ാം സർക്കാരിനെ നയിക്കുന്നയാൾ പിണറായി വിജയനാണ്. നയിക്കുന്ന ആൾ പിന്നോട്ട് മാറി നിന്നാൽ, മത്സരിക്കാതെ നിന്നാൽ 3-ാം സർക്കാർ ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് പറയുകയും പക്ഷേ അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 2 തവണയും മുഖ്യമന്ത്രിയായിരുന്ന ആൾ പിൻവാങ്ങി മത്സരിക്കാതെ നിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് വലിയ എതിർപ്പുകൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടായെന്ന് ഞങ്ങൾ പറയുന്നതിനെ നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. അതുകൊണ്ടുകൂടി ആയിരിക്കണം പിണറായി വിജയൻ മത്സരിക്കുന്ന കാര്യത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാം, പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഹർഷൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പ്രവചിക്കുന്ന കാര്യം, കൊടുക്കുന്ന വാർത്ത തെറ്റാകണമെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായ ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും അദ്ദേഹം തീരുമാനമെടുത്ത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കുന്നു, അദ്ദേഹം ധർമ്മടം പോലൊരു സ്ഥലത്ത് മത്സരിക്കുന്നു എന്നത് തന്നെയായിരിക്കും അവരുടെ ആത്മവിശ്വാസത്തിൻ്റെയും കാരണമായിട്ട്. പിണറായി മുഖ്യമന്ത്രിയായിട്ട് വരും, അല്ലെങ്കിൽ പിണറായി നിശ്ചയിക്കുന്ന ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരും എന്നത് മുന്നോട്ട് വെക്കാൻ സാധിക്കുക എന്നൊരു കാര്യമാണ് എന്തായാലും ഉള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ തന്നെയായിരിക്കും ആരൊക്കെയാണ് മത്സരിക്കുക, 3-ാം ടേം, അതായത് 2 ടേം വ്യവസ്ഥയിൽ നിന്ന് ആർക്കൊക്കെ ഇളവ് കിട്ടുമെന്നും ആരൊക്കെ 3-ാം ടേം മത്സരിക്കും എന്ന കാര്യം നമ്മൾ തന്നെയായിരിക്കും അതിന് റിപ്പോർട്ട് ചെയ്യുക എന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. തലമുറ മാറ്റം എന്ന പാർട്ടി തീരുമാനത്തിന് അവധി കൊടുത്ത് പിണറായിയുടെ ഭരണപരിചയവും സംഘടനാ നിയന്ത്രണ ശേഷിയും പാർട്ടി 1-ാം പരിഗണനയാക്കുകയാണ്. ഒപ്പം ജനപ്രീതിയും വിജയസാധ്യതയുമുള്ള നിലവിലെ MLA-മാരെ ടേം വ്യവസ്ഥ കണക്കാക്കാതെ വീണ്ടും മത്സരിപ്പിക്കാനും CPIM തീരുമാനിക്കും എന്ന് തന്നെയാണ് നിലവിൽ തെളിയുന്ന സാധ്യത. തുടർഭരണം എന്ന പ്രതിഭാസം കഴിഞ്ഞ തവണ സംഭവിച്ചത് സംസ്ഥാന ചരിത്രത്തിൽ നടാടെയായിരുന്നു. 3-ാമതൊരു അംഗത്തിനു കൂടി രാഷ്ട്രീയ ബാല്യമുണ്ട് എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷവും CPIM വിലയിരുത്തുന്നത്. ആ ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് CPIM എല്ലാ കരുക്കളും നീക്കുന്നത്. അതേ വേളയിൽ തന്നെ പിണറായിക്കെതിരെ വിമർശത്തിൻ്റെ സകല പോർമുനകളും പ്രതിപക്ഷം തിരിച്ചുവെക്കുമെന്നും ഉറപ്പ്. ഭരണവിരുദ്ധ വികാരവും സാമ്പത്തിക പ്രതിസന്ധി കാലത്തെടുത്ത കടുത്ത തീരുമാനങ്ങളും പിണറായി കാലത്തെ വികസന പദ്ധതികളോടൊപ്പം വന്ന വിവാദങ്ങളുമെല്ലാം ജനം തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ കാണും, ഏത് വിധം പ്രതികരിക്കും? തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിട്ടില്ല, മുന്നണികൾ കളം നിറഞ്ഞിട്ടില്ല. ഇനിയുമേറെ തീരുമാനങ്ങൾ 3 മുന്നണികളിൽ നിന്നും വരാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടവേളയിലേക്ക്.